ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ മഹേഷ് പണിക്കരോടാണ്. അദ്ദേഹത്തോടൊരു ക്ഷമ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തോട് ഞാനോ എൻ്റെ പൂർവികരോ ബ്രാഹ്മണ സമുദായത്തിലെ ആരോ എന്തെങ്കിലും ദ്രോഹമോ തെറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. അത് മറ്റൊരു വിഷയത്തിൽ തീർക്കാനുള്ള അവസരമാക്കി എടുക്കരുത്. അങ്ങയുടെ വാക്കുകളിൽ ബ്രാഹ്മണരോടുള്ള ദേഷ്യവും തന്ത്രിമാരോടുള്ള പ്രതികാരവും വളരെ കൃത്യമായി നിഴലിക്കുന്നത് സാധാരണക്കാർക്കെല്ലാം കൃത്യമായി മനസ്സിലാകുന്നു. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന താങ്കളെ പോലുള്ള ഒരാളോട് ആദ്യം ക്ഷമ ചോദിക്കുന്നതിന്റെ കാരണം, ചരിത്രത്തിൽ എവിടെയെങ്കിലും ബ്രാഹ്മണ സമുദായ അംഗങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികരോ താങ്കളോടോ അല്ലെങ്കിൽ കുടുംബത്തോടോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ഞാൻ ചോദിക്കുകയാണ്. കാര്യം ഇനിയെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രതികാരം തീർക്കാനായി അടിസ്ഥാനമില്ലാത്ത വാദഗതികൾ ഉയർത്തിക്കൊണ്ട് തന്ത്രിമാരെയോ വിശ്വാസത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെയോ കരിവാരി തേക്കരുത്. രണ്ട്, ഈ വാജിവാഹനത്തിന്റെ വിഷയം അത് ഞാൻ പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ കേരള ജനതയ്ക്ക് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ച ഏറ്റവും ആഴത്തിൽ പഠിച്ച ശ്രീജിത്ത് പണിക്കർ ഇരിക്കുക. ഏറ്റവും നല്ല രീതിയിൽ അത് ശ്രീജിത്ത് പണിക്കർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകും എന്താണ് വാജിവാഹനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ശ്രീജിത്ത് പണിക്കരുടെ അത്രയും പണ്ഡിതോചിതമായി പറയാൻ എനിക്ക് അതിൽ കഴിവില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വാജിവാഹനത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുത്ത 6 ഇടക്കാല റിപ്പോർട്ടുകളിലെ 5ാം ഇടക്കാല റിപ്പോർട്ടിൽ കൃത്യമായി എന്താണ് പറയുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് വേറൊരാൾക്കും കേരളത്തിൽ അത്രയും നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറയട്ടെ. 3, പക്ഷേ ഇപ്പോൾ പോലും നോക്കൂ, എങ്ങനെങ്കിലും തന്ത്രി ഇതിലേക്ക് കൊടുക്കണം. വാജിവാഹനം എടുത്തുകൊണ്ട് പോയി ശരിയായില്ല. 500 വർഷം മുമ്പ് ബ്രാഹ്മണാധിപത്യം നിലനിന്നിരുന്ന കാലത്ത് എഴുതിയ കാര്യങ്ങളാണ്. തന്ത്രസമുച്ചയം വെച്ച് മാത്രമൊന്നുമല്ല, ബാക്കി പുസ്തകങ്ങളോട് നോക്കണം. എങ്ങനെങ്കിലും തന്ത്രിയെ ഇതിലേക്ക് പിടിച്ചിടാനൊരു വ്യഗ്രത പല ആൾക്കാർക്കും ഉണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഏതെങ്കിലും രീതിയിൽ തന്ത്രിയെയും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരെയും ഇതിൽ കരിവാരി തേക്കാനൊരു അവസരം കിട്ടുമെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നിരത്തി അത്തരം കാര്യങ്ങൾ കൊണ്ടുവരികയും ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മധു അടക്കമുള്ള നമ്മുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളാണ് മധുവിന്റെ അടക്കം വിഷയങ്ങൾ കൊണ്ടുവരുന്നതും ചെയ്യുന്നതിന്റെ കാര്യം സാന്ദർഭികവശാൽ ഓർപ്പിച്ചോട്ടെ, മധുവിന് 1.5 ലക്ഷം രൂപ ആദ്യം കൊണ്ടു കൊടുത്തത് രാഹുൽ ഈശ്വറാണ്. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തെ വൈകാരികപരമായി ഉപയോഗിച്ച് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് മധു ആദിവാസിയും തന്ത്രി ബ്രാഹ്മണനുമാണ്, അതുകൊണ്ട് ഇവരെല്ലാം ശിക്ഷിക്കപ്പെടണമെന്ന് ധ്വനിക്കുന്ന രീതിയിൽ പറയുന്നതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ നോക്കണം. ഇന്ന് ഒരു കാര്യം ഒരു വിശ്വാസി എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ വി ഡി സതീശൻ അടക്കം വളരെ മൂർച്ചയേറിയ നിലപാടിൽ നിൽക്കുന്ന വ്യക്തിയാണ്. തന്ത്രിയുടെ കാര്യത്തിൽ എടുത്ത സ്വരം വളരെ സ്വാഗതാർഹമാണ്. ED അടക്കമുള്ള ആൾക്കാർ തന്ത്രിയുടെ ഭാഗത്ത് തന്ത്രിയുടെ വീട്ടിലോ മറ്റോ റെയ്ഡ് നടത്താത്തതിന്റെ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അടക്കം അറിവും സംഭവത്തോടും കൂടിയാണ് വാജിവാഹനം അവിടെ പോയത് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റുകളെ പിടിച്ചിടാനും കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡുകളെ പിടിച്ചിടാനും അവർ ചെയ്തോട്ടെ, അതൊക്കെ അവർ പരസ്പരം CPM കോൺഗ്രസും അടിച്ചു തീർക്കണം. പക്ഷേ തന്ത്രിയെയും തന്ത്രി കുടുംബത്തെയും വിശ്വാസത്തിന്റെ പക്ഷത്തെയും നിൽക്കുന്നവർ നിങ്ങളുടെ ക്രോസ് ഫയർ പെടുത്തരുത്. കാര്യം തന്ത്രിക്കടക്കം ഇതിൽ യാതൊരു പങ്കുമില്ല. തന്ത്രി യഥാർത്ഥത്തിൽ അദ്വൈതം സിനിമയിൽ കുടുക്കപ്പെട്ട പോലെ ഈ വിഷയത്തിൽ കുടുക്കപ്പെടുകയും രാഷ്ട്രീയക്കാരുടെ വിശിഷ്യ CPMന്റെ പുറത്തു വരുന്ന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് എന്ന വസ്തുതയെ നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. അതോടൊപ്പം ഈ വിഷയത്തിൽ ഒരു മെഷറും ബാലൻസും വേണം. അതുകൊണ്ടാണ് ശങ്കർദാസ്ജിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പും പറഞ്ഞത്. അദ്ദേഹത്തെ ഏതെങ്കിലും രീതി ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ല, ട്രയൽ വരട്ടെ തുടങ്ങിയ കാര്യങ്ങൾ. ഈ വിഷയത്തെ ഒരു പൊളിറ്റിക്കൽ ഫുട്ബോളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യരുത്. ഈ രാഷ്ട്രീയക്കാർ യൂസ് ചെയ്തോട്ടെ, പക്ഷേ ഇതിൽ നിൽക്കാത്ത ആൾക്കാരെ ഇതിലേക്ക് പെടുത്തരുത്. അങ്ങനെ ഒരു താഴ്മയേറിയ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ശബരിമല തന്ത്രി, ഞാനിപ്പോൾ ഹൈദരാബാദിലാണ്, ഇവിടുത്തെ ഒരുപാട് അമ്പലക്കാരനെ കാണാമെന്നിരുന്നു. ശബരിമല തന്ത്രിയെ കുറിച്ച് ആദ്യം മനസ്സിൽ വേദനയും സംശയവും ഉണ്ടായിരുന്നെങ്കിലും ആ റിപ്പോർട്ട് അടക്കം ശ്രീജിത്ത് പണിക്കർ അടക്കം അതിലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ തന്ത്രിക്കുണ്ടായിരുന്ന വാജിവാഹനത്തിന്റെ അടക്കമുള്ള കാര്യങ്ങളിലെ സംശയം മാറി എന്ന് ഒരുപാട് പേര് പറയുകയുണ്ടായി. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞതാണ് ക്രക്സ്. ജൂലൈ 19, ജൂലൈ 20 ഇളക്കിയെടുത്ത് ഓഗസ്റ്റ് 29 മാത്രം ചെന്നൈയിൽ എത്തിച്ച 39 ദിവസത്തെ ഗ്യാപ്പിൽ ഇവർ സ്വർണ്ണപ്പാളികൾ മറിച്ചു വിറ്റോ മുറിച്ചു വിറ്റോ എന്ന് നമുക്കറിയണം. അതിൽ തന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. വേണമെങ്കിൽ ഒരു കാര്യത്തിൽ തന്ത്രിക്ക് ഒരു പാളിച്ച പറ്റി എന്ന് പറയാം. 2025 മാത്രം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 തന്ത്രി മുൻകൂട്ടി കണ്ടില്ല. അങ്ങനെ ഒരു ത്രികാലജ്ഞാനവും ദിവ്യദൃഷ്ടിയും തന്ത്രിക്ക് പ്രത്യേകിച്ച് കണ്ഠരര് രാജീവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പോരായ്മയാണെങ്കിൽ അത് പോരായ്മയാണെന്ന് സമ്മതിക്കാം. ഇത് യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ ക്രോസ് ഫയർ ആണ്. വിശ്വാസികളെ, തന്ത്രികളെ, അയ്യപ്പനെ, ഇത്തരം കാര്യങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരരുത്. അതുകൊണ്ട് അവർ പരസ്പരം അടികൂടി തീർത്തോട്ടെ. ഈ വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ ഇതിൽ മാറ്റണം. എന്തായാലും ഇപ്പോൾ ഉള്ള ഈ ഡെവലപ്മെന്റ് നല്ലതാണ്. പണ്ടത്തെ പോലെ തന്ത്രിയെ കളിയാക്കാനും തന്ത്രി മോശക്കാരനാണെന്നും പറയാൻ ഇപ്പോഴാരും മുതിരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യവുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.